സ്റ്റോറി സ്പേസിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഹാഭാരതത്തിലെ ഏതാനും കഥകൾ കേൾക്കാം. മഹാഭാരതത്തിലെ കർണൻ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതയാണ് ദാനശീലം. പലവിധത്തിലുള്ള കഥകളും വളരെ പ്രശസ്തമാണ്. ഇത്തവണ അത്തരമൊരു കഥയാവാം. കർണൻ പതിവ് പോലെ കുളിക്കുന്നതിന് മുൻപ് ദേഹം മുഴുവനും എണ്ണ തേച്ച് പിടിപ്പിക്കുകയായിരുന്നു. എണ്ണപ്പാത്രം വെള്ളിക്കിണ്ണമായിരുന്നു. അന്നേരം ഒരു ബ്രാഹ്മണൻ അങ്ങോട്ട് കടന്നു വന്നു. എനിക്ക് ഒരു തളികയുടെ അത്യാവശ്യമുണ്ട്. അങ്ങയുടെ കയ്യിലുള്ളത് എനിക്ക് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. കർണൻ ഈ ദാനത്തിലും യാതൊരു മടിയും കാട്ടിയില്ല. അദ്ദേഹം ബ്രാഹ്മണന് തൻ്റെ തളിക എടുത്തു കൊടുത്തു. പക്ഷേ അത് വാങ്ങിയിട്ട് അയാൾ പറഞ്ഞു, അങ്ങ് ഈ തളിക തന്നത് ഇടതുകരം കൊണ്ടാണ്. വലതുകൈ കൊണ്ടുള്ള ദാനമല്ലേ വിശിഷ്ടമായിട്ടുള്ളത്? കർണൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ശരിയാണ്, വലതുകൈയാണ് ദാനത്തിന് ഉത്തമം. എന്നാൽ ഞാൻ ഈ കിണ്ണം ഇടതുകൈ കൊണ്ട് തരുമ്പോൾ മനസ്സിലേക്ക് ഇതിലും നല്ലത് ദാനത്തിനായി കിട്ടിയാൽ വലതുകൈ കൊണ്ട് പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കർണൻ്റെ ഈ മറുപടിയിൽ ബ്രാഹ്മണൻ്റെ മനസ്സു നിറഞ്ഞു. മറ്റൊരു കഥ. ഒരു ദിവസം അർജുനൻ കൃഷ്ണനോട് സംശയം ഉന്നയിച്ചു. കൃഷ്ണ, ഞാനും നന്നായി ദാനം ചെയ്യാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കർണനെ എല്ലാവരും ദാനത്തിൻ്റെ രാജാവായി കരുതുന്നത്? കൃഷ്ണൻ അർജുനനെ ഒരു മലയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന കൃഷ്ണൻ തൻ്റെ ശക്തി കൊണ്ട് അത് ഒരു സ്വർണ്ണമലയാക്കി മാറ്റി. പിന്നീട് അർജുനനോട് പറഞ്ഞു, അർജുന, ഈ സ്വർണ്ണമല നിൻ്റെയാണ്. നീ ഇത് ജനങ്ങൾക്ക് ദാനമായി നൽകിയാലും ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ദാനം പൂർത്തിയാക്കണം. ബാക്കി വരുന്ന സ്വർണം വീണ്ടും കല്ലായി മാറും. അർജുനൻ സന്തോഷത്തോടെ ഒരു മഴുകൊണ്ട് ആ സ്വർണ്ണമലയുടെ ഒരു വശത്തു നിന്ന് മുറിച്ചെടുത്ത് ദാനം ചെയ്യാൻ തുടങ്ങി. ആളുകൾ വളരെയധികമായിരുന്നു. അവിടം ബഹളമയമായി. എന്നാൽ അസ്തമിക്കാൻ ഒരു നാഴിക മാത്രമുള്ളപ്പോൾ ഒരു ചെറിയ ഭാഗം പോലും തീർന്നിട്ടില്ല. അർജുനന് വെപ്രാളമായി. കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, ഞാനിനി എന്ത് ചെയ്യണം? മല എനിക്ക് തിരികെ തരുന്നോ? അർജുനൻ പറഞ്ഞു, തിരികെ എടുത്തോളൂ കൃഷ്ണ, എനിക്കിനി വയ്യ. കൃഷ്ണൻ ഉടൻ തന്നെ ആളയച്ച് കർണനെ വരുത്തി. അർജുനനോട് പറഞ്ഞത് തന്നെ കർണനോടും പറഞ്ഞു. ദൂരെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നത് കൃഷ്ണനും അർജുനനും കർണനും കാണാം. പക്ഷേ കർണൻ പതറിയില്ല. നേരെ മുന്നോട്ട് വന്ന് ജനങ്ങളോട് പറഞ്ഞു, ഇതാ കൃഷ്ണൻ എനിക്ക് തന്ന ഈ സ്വർണ്ണമല, അത് നിങ്ങളുടേതാണ്, എടുത്തുകൊള്ളുക. ദാനം പൂർത്തിയാക്കി കർണൻ തിരിഞ്ഞു നടന്നപ്പോൾ സൂര്യൻ മെല്ലെ മെല്ലെ സമുദ്രത്തിൽ താഴ്ന്നു തുടങ്ങി. പുത്രനെക്കുറിച്ചുള്ള അഭിമാനത്തോടെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നോക്കൂ, ഇതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നീ ദാനം ചെയ്യുമ്പോൾ നിന്റെ സ്വത്താണ് ദാനം ചെയ്യുന്നത് എന്ന് വിചാരത്തോടെ ചെയ്യുന്നു. കർണൻ ദാനം ചെയ്യാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ആ സ്വത്ത് മറ്റാരുടെയോ ആയിക്കഴിഞ്ഞു. അർജുനൻ മൗനമായി നടന്നകലുന്ന കർണനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. മറ്റൊരു കഥ. ഒരിക്കൽ ദുര്യോധനൻ ഒരു സങ്കടവുമായി ശ്രീകൃഷ്ണൻ്റെ അടുക്കലെത്തി. ശ്രീകൃഷ്ണ, ഈ ലോകത്തുള്ളവരെല്ലാം എന്നെ ഒരു ദുഷ്ടനായിട്ടാണ് കാണുന്നത്. എന്നാലോ ധർമ്മപുത്രരെ നല്ലവനായിട്ടും ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്? ഞാൻ ധർമ്മം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ദുര്യോധന, നിന്റെ ചോദ്യത്തിന് ഞാൻ നാളെ ഉത്തരമേകാം. നീ ഒരു കാര്യം ചെയ്യണം. നാളെ വരുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൂട്ടി വരിക. ശരി, അങ്ങനെയാവട്ടെ. ദുര്യോധനൻ അത്തരം ആളിനെ അന്വേഷിച്ചു പോയി. ഉടൻ തന്നെ ശ്രീകൃഷ്ണൻ ധർമ്മപുത്രരെ വിളിച്ചു. ദുര്യോധനോട് പറഞ്ഞ പോലെ മറ്റൊരു വ്യവസ്ഥയും പറഞ്ഞു.
നാളെ വരുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ചീത്ത മനുഷ്യനെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരിക. അതിൻ പ്രകാരം ധർമ്മപുത്രർ ഒരു ചീത്ത മനുഷ്യനെ തിരക്കി നടപ്പായി. അടുത്ത ദിവസം ദുര്യോധനനും ധർമ്മപുത്രനും ഒരേ സമയത്ത് ശ്രീകൃഷ്ണന്റെ മുമ്പിലെത്തി. പക്ഷേ മറ്റാരും കൂടെയില്ലായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ ദുര്യോധനനോട് ചോദിച്ചു, ഇതെന്തു പറ്റി? ഒരു നല്ല മനുഷ്യനെ കൂടി കൂട്ടണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്നിട്ട് എവിടെയാണ് ആ നല്ല മനുഷ്യൻ? ഞാൻ എന്തു ചെയ്യും? ഈ ഹസ്തിനപുരി ആകെ ഇന്നലെ മുഴുവൻ തിരഞ്ഞിട്ടും ഒരൊറ്റ നല്ല മനുഷ്യനെ പോലും കണ്ടില്ല. എല്ലാം ദുഷ്ടന്മാർ. ഉടനെ ശ്രീകൃഷ്ണൻ ധർമ്മപുത്രരുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു, എന്താ ധർമ്മപുത്രര് തനിച്ചു വന്നത്? കൃഷ്ണ, എൻ്റെ കാര്യവും ഏതാണ്ട് അങ്ങനെ തന്നെ. എത്ര അലഞ്ഞിട്ടും ഈ ഹസ്തിനപുരിയിലെങ്ങും ഒരൊറ്റ ചീത്ത മനുഷ്യനെ പോലും കാണാനായില്ല. ഞാൻ എന്തു ചെയ്യും? ശ്രീകൃഷ്ണൻ ദുര്യോധനോട് പറഞ്ഞു, ഹേ ദുര്യോധന, തൻ്റെ ഇന്നലത്തെ ചോദ്യത്തിന് ഇതാണ് ഉത്തരം. ഹസ്തിനപുരിയിൽ എല്ലായിടത്തും തിരഞ്ഞിട്ടും ഒരു നല്ല മനുഷ്യനെ കണ്ടെത്താൻ താങ്കൾക്കു കഴിഞ്ഞില്ല. കാരണം നീ മറ്റുള്ളവരിൽ നന്മ കാണുന്നില്ല, പകരം തിന്മ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും താങ്കളെ ഒരു ചീത്ത മനുഷ്യനായിട്ടാണ് പരിഗണിക്കുന്നത്. എന്നാൽ ധർമ്മപുത്രരെ നോക്കുക, അയാൾക്ക് ആരെയും ചീത്ത മനുഷ്യനായി ഈ രാജ്യത്ത് കാണാനാകുന്നില്ല. എന്താണ് കാരണം? അയാളുടെ കണ്ണിൽ എല്ലാവരും നല്ലവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തെയും എല്ലാവരും നല്ലവനായി കാണുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലെ നന്മയും തിന്മയും തന്നെയാണ് നാം പുറത്തും കാണുന്നത്. ശ്രീകൃഷ്ണന്റെ മറുപടിയിൽ ദുര്യോധനൻ സത്യം ഗ്രഹിച്ചു. മറ്റൊരു കഥ. ഒരു ദിവസം ശ്രീകൃഷ്ണനും അർജുനനും ഉദ്യാനത്തിലിരിക്കുകയായിരുന്നു. സംഭാഷണങ്ങൾക്കിടയിൽ താൻ അസ്ത്രവിദ്യയിൽ ലോകത്തിലെ ഏറ്റവും കേമനാണെന്ന് അർജുനൻ വീമ്പിളക്കി. ശ്രീകൃഷ്ണൻ അത് സമ്മതിച്ചുവെങ്കിലും അവൻ്റെ പൊങ്ങച്ചം ഒന്ന് ശമിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ കൃഷ്ണഭഗവാൻ പറഞ്ഞു, അർജുന, നീ അസ്ത്രവിദ്യയിൽ അജയനെങ്കിലും ദാനശീലത്തിൽ കർണനെ വെല്ലാൻ ഈ ലോകത്തിൽ ആരുമില്ല. താനും ദാനശീലത്തിൽ ആരുടെയും പിറകിലല്ലെന്ന് അർജുനൻ വാദിച്ചു. ആ സമയത്ത് അവരുടെ അരികിലേക്ക് കരഞ്ഞുകൊണ്ട് ഒരു സാധു ബ്രാഹ്മണൻ കടന്നു വന്നു. എൻ്റെ ഭാര്യ മരണമടഞ്ഞു. ശവദാഹത്തിനായി ചന്ദനത്തടി ഒരിടത്തും കിട്ടാനില്ല. ദയവായി എന്നെ നിങ്ങൾ ഈ ആപത്തിൽ നിന്ന് രക്ഷിച്ചാലും. ഇതുതന്നെയാണ് തൻ്റെ ദാനശീലം തെളിയിക്കാൻ പറ്റിയ അവസരമെന്ന് കരുതി അർജുനൻ പല ദിക്കുകളിലും ചന്ദനവിറക് തേടി അലഞ്ഞു. പക്ഷേ ഒരിടത്തും കിട്ടാതെ തിരികെ എത്തി. അനന്തരം ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനെ കർണൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. കർണനും ചന്ദനത്തടി തേടി തളർന്നതല്ലാതെ എവിടെയും കിട്ടില്ലെന്നുറപ്പായി. അതുവരെയും കർണൻ ആരെയും നിരാശരാക്കി മടക്കി അയച്ച ചരിത്രവുമില്ലായിരുന്നു. കർണൻ മറ്റൊന്നും ആലോചിക്കാതെ തൻ്റെ കൊട്ടാരത്തിലെ ചന്ദനത്തൂൺ പിഴുതെടുത്ത് ബ്രാഹ്മണന് കൊടുത്ത് അയാളെ സമാധാനത്തോടെ യാത്രയാക്കി. ദാനശീലം എന്നാൽ കർണൻ്റെ മുന്നിൽ താൻ ഒന്നുമല്ലെന്ന് ഈ സംഭവത്തോടെ അർജുനൻ മനസ്സിലാക്കി. ശ്രീകൃഷ്ണൻ അങ്ങനെ അർജുനൻ്റെ ഗർവ് കളയുകയും ചെയ്തു. അടുത്ത കഥ. ദ്രോണാചാര്യരാണ് കൗരവരെയും പാണ്ഡവരെയും അസ്ത്രവിദ്യ പഠിപ്പിക്കുന്നത്. ഒരു ദിവസം അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയം 100 കൗരവരും 5 പാണ്ഡവരും അവിടെയുണ്ടായിരുന്നു. പഠനത്തിൻ്റെ ഭാഗമായി ഒരു മരത്തിൻ്റെ മുകളിലത്തെ ശിഖരത്തിൽ കളിത്തത്തയുണ്ടാക്കി കെട്ടിത്തൂക്കിയിരുന്നു. തത്തയെ അമ്പെയ്ത് വീഴ്ത്തുക എന്നതായിരുന്നു അവർക്കുള്ള പരീക്ഷ. അപ്പോൾ ദ്രോണാചാര്യർ എല്ലാവരോടുമായി നിർദ്ദേശിച്ചു, നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും തത്തയിലായിരിക്കണം. തൊടുത്തുവിടുന്നതിന് മുൻപ് ദ്രോണാചാര്യർ ചോദിച്ചു, നിങ്ങൾ എന്തു കാണുന്നു? അവരെല്ലാവരും അവരുടെ കൺമുന്നിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞു. ഞാൻ തത്തയെ കാണുന്നു. മരക്കൊമ്പിലെ തത്തയെ കാണുന്നു. എനിക്കെല്ലാം കാണാം. വൃക്ഷവും ശിഖരങ്ങളും
അതിലെ തത്തയെയും. ആകാശവും മരവും കാണാം. അത്തരത്തിലുള്ള അനേകം മറുപടികൾക്ക് മുന്നിൽ ദ്രോണാചാര്യർ തൃപ്തനായില്ല. അവരുടെ അസ്ത്രങ്ങൾ ലക്ഷ്യത്തിലെത്തിയതുമില്ല. പിന്നീട് അർജുനൻ്റെ ഊഴമായി. നീ എന്തു കാണുന്നു? അർജുനൻ പറഞ്ഞു, ഞാൻ തത്തയുടെ കണ്ണു മാത്രം കാണുന്നു. അനന്തരം അർജുനൻ അമ്പെയ്ത് തത്തയെ വീഴ്ത്തുകയും ചെയ്തു. ദ്രോണാചാര്യർക്ക് സന്തോഷമായി. അർജുനൻ പിന്നീട് വില്ലാളി വീരനായി അറിയപ്പെട്ടു. ഈ കൃത്യതയും സാമർഥ്യവും ശ്രദ്ധയും കൊണ്ടാവണം ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് അർജുനനായിരുന്നല്ലോ.